ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൈപ്പ് ക്ലീനർ ക്രാഫ്റ്റ് നമ്പർ 5 ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതും കുറച്ച് ഈസിയും അതുപോലെ തന്നെ കുറച്ച് ക്ഷമയോടെ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം അധികം താമസിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് യെല്ലോ പൈപ്പ് ക്ലീനർ, ഗ്രീൻ പൈപ്പ് ക്ലീനറാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊരു വുഡൻ പ്ലാങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കപ്പിനകത്ത് നിങ്ങളൊരു പോട്ട് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒട്ടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൺഫ്ലവറിൻ്റെ നടുക്കത്തെ ആ സീഡൊക്കെയുള്ള ആ പോർഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ആണ്. ഒരു മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഷെയ്ഡ് കിട്ടിയില്ല എങ്കിൽ ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാക്കാം. എന്നിട്ടും നിങ്ങൾക്ക് പൈപ്പ് ക്ലീനർ ബ്രൗണും മെറൂണും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലേ കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു ബ്രഷും കൊണ്ടൊന്ന് അതിൻ്റെ ഒരു ടെക്സ്ചറിങ് ചെയ്ത് കൊടുത്താൽ അതും ഓക്കെ ആവും. ഈ ഒരു സൺഫ്ലവർ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇത് സിംഗിളായിട്ട് ആ ഒരു പോട്ടിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ സൺഫ്ലവറിൻ്റെ സിംഗിൾ പെറ്റലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡബിൾ പെറ്റലായിട്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സൺഫ്ലവർ നമ്മൾ ഒറിജിനൽ സൺഫ്ലവർ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ, അതായത് അതിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് 2 ലീവ്സിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ലീവ്സിൻ്റെ ഇങ്ങനെ ഒരു കവറിങ് പോലെ കാണും. അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ലീവ്സ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ലീവ്സ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 2 പൈപ്പ് ക്ലീനേഴ്സ് തമ്മിൽ ഒന്ന് കണക്ട് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ ലാവിഷായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്നിട്ട് 2 ലീവ്സ് വെച്ചിട്ട് അത് ജോയിൻ ചെയ്ത് 4 ലീവ്സാണ് ഈ ഒരു സൺഫ്ലവറിൻ്റെ ബോട്ടം പോർഷനിൽ വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സൺഫ്ലവറിൻ്റെ നടുക്കത്തെ ഭാഗത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മെറൂൺ കളറിലെ പൈപ്പ് ക്ലീനറാണ്. ഈ പൈപ്പ് ക്ലീനർ നിങ്ങൾ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ മാത്രം അവിടെ ലീവ് ചെയ്തുകൊണ്ട് ഗം തേച്ച് അതൊന്ന് സെക്യൂർ ചെയ്യുക. ആ ഒരു റൗണ്ട് ഇളകി പോവാത്ത രീതിയിൽ അതൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിൽ ഹോട്ട് ഗ്ലൂവിൻ്റെ പശ ഉപയോഗിച്ച്, അതായത് നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് ഓഫ് ഗ്ലൂ ഗൺ നിങ്ങൾക്ക് വേറെ ഈ ഫെവി ബോണ്ട് പോലത്തെ പശയൊക്കെ യൂസ് ചെയ്യാം, B700 ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ അത് കുറച്ചും കൂടെ അതൊന്ന് ഫിറ്റ് ആവാനായിട്ട് കുറേ ടൈം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിൽ ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാനായിട്ട് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ കിട്ടിയില്ല അല്ലെങ്കിൽ അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഗം യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് പക്ഷേ ഉണങ്ങാനായിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സൺഫ്ലവറിൻ്റെ കീഴെയായിട്ട് 2 ലീവ്സും കൂടെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് എഡ്ജൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലീവ്സും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്നതിലും എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ലീവ്സ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഈ സൺഫ്ലവർ പിൻട്രസ്റ്റിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കണമെന്ന്. അപ്പം ഇപ്പോഴാണ് അതിന് പറ്റിയത്. സൺഫ്ലവർ വുഡൻ പ്ലാങ്കിൽ നിൽക്കുന്നതിലും ഭംഗിയായിട്ടാണ് നമുക്ക് പോട്ടിൽ നിൽക്കുന്നത്. ഈ പോട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പോട്ടിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പോട്ടിൻ്റെ ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് പോയി കാണണേ. ഈ ഒരു സൺഫ്ലവറിൻ്റെ പകുതി പോർഷൻ നമ്മൾ ജസ്റ്റ് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ഇതിൻ്റെ ഗ്യാപ്സിൽ നമ്മൾ സെക്കൻഡ് പെറ്റൽ ആഡ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് പെറ്റൽ ആഡ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 പെറ്റൽ എടുക്കുന്നതിനും കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നു 2 പെറ്റൽസ് വെച്ചിട്ട്, അതായത് ജോയിൻ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ നീറ്റായിട്ട് കുറച്ചുകൂടെ ഭംഗിക്ക് ഡിസ്റ്റൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ സിംഗിൾ പെറ്റലാണ് എടുത്തത്. ഡബിൾ പെറ്റൽ എടുക്കുന്നതാണ് ശരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, എല്ലാ പെറ്റൽസിനും ഒരേ നീളമായിരിക്കാനായിട്ട് ട്രൈ ചെയ്യണം. പിന്നെ പെറ്റൽസ് നമുക്ക് ജസ്റ്റ് ബെൻഡ് ചെയ്ത് വെച്ചാൽ പല ഷേപ്പിലാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കാം. ഞാൻ ഈ ഒരു യു ഷേപ്പ് നന്നായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഗ്യാപ്പ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക്
പെറ്റൽസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ സ്ഥലത്താണ് ഗ്യാപ്പ് ഉള്ളതെന്ന്. ആ ഒരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് അവിടെയൊക്കെ ഈ പെറ്റൽസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട്. ഈ സെറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു സൺഫ്ലവറിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആ പോട്ടിൽ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഇനി വെക്കേഷനൊക്കെ വരുവാണ്, കുട്ടികളൊക്കെ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പം ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ലീവ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് വെച്ചൊട്ടിക്കുമ്പോൾ ജോയിൻ ചെയ്താലും മതി. അപ്പം ആ ഒരു ഗ്രീൻ ഒരു പൈപ്പ് ക്ലീനർ ഇങ്ങനെ നിൽപ്പുണ്ടാവും. അത് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ അടിഭാഗമായിട്ട്, അതായത് നമ്മുടെ സ്റ്റെമ്മായിട്ട് നമ്മളൊന്ന് രണ്ടായിട്ട് മടക്കി, ഒത്തിരി കട്ടിക്ക് നമ്മൾ മടക്കി എടുക്കുന്നുണ്ട്. രണ്ടായിട്ട് മടക്കി അതിന് നമ്മൾ ഈ രണ്ടായിട്ട് മടക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പി യൂസ് ചെയ്തിട്ട് അതിനെ സ്റ്റേണായിട്ട് നിർത്താം. ഇപ്പം രണ്ടായിട്ട് കമ്പി ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് മടക്കി എടുത്താലും അത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു നമ്മുടെ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കമ്പിയിൽ ആ ഒരു ഗ്രീൻ പൈപ്പ് ക്ലീനർ തന്നെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജൊന്ന് വളച്ചു കൊടുത്ത്, അതായത് ആ കമ്പിയുടെ എഡ്ജൊന്ന് കട്ടിയാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പോട്ടിലേക്ക് ഇത് വെക്കുന്നത്. പോട്ടിലേക്ക് ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ പെറ്റൽസ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ പെറ്റൽസ് നന്നായിട്ട് അറേഞ്ച് ചെയ്തില്ല എങ്കിൽ എനിക്ക് ഈ സംഭവിക്കുന്ന പോലെ ഇടയ്ക്ക് ഗ്യാപ്സ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്സ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പെറ്റൽസ് നല്ല രീതിയിൽ അടുക്കി നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ പെറ്റൽസ് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് വളച്ചും തിരിച്ചും ബെൻഡ് ചെയ്തും ഒക്കെ വെക്കാവുന്നതാണ്. അത് നമ്മുടെ സൺഫ്ലവറിൻ്റെ ഭംഗിയെ കുറച്ചും കൂടെ എടുത്ത് കാണിക്കും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ 2 ലീവ്സും ഈ ഒരു സൺഫ്ലവറിൻ്റെ സ്റ്റെമ്മിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഗ്രീൻ കളറിലെ ഒരു ത്രെഡ് കൊണ്ട് കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ തന്നെ ആഡ് ചെയ്തിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അതൊന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ ഭംഗിയായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് സൺഫ്ലവറിൻ്റെ ഒരു ഔട്ട്പുട്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആ ഒരു പോട്ടിലേക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടോ കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇത് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് ഉണ്ടാക്കി കഴിയുമ്പം ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ അതിനകത്ത് ബ്രൗൺ പേപ്പറാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രൗൺ പേപ്പർ നിറച്ചാൽ നമ്മൾ പെട്ടെന്ന് ഹോൾ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു സിസേഴ്സ് യൂസ് ചെയ്ത് നടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്കിപ്പോൾ ബബിൾ റാപ്പ് ഈ ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ഡെലിവറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബബിൾ റാപ്പ് കിട്ടും. ആ ബബിൾ റാപ്പാണ് ഇതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അഥവാ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ബബിൾ റാപ്പിൻ്റെ ബണ്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബബിൾ റാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പേപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പോട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. നടുക്ക് നമ്മുടെ ആ ഒരു പ്ലാന്റ്, അതായത് നമ്മുടെ സ്റ്റെമ്മ് കയറാൻ പാകത്തിന് നമ്മളൊരു ഹോള് അവിടെ ഇട്ടിട്ടുണ്ടാവണം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ പോട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളർ മാറ്റി ബ്രൗൺ കളറാക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേറെ ഡിഫറെൻറ്റ് കളേഴ്സിലെ പോട്ടുകൾ ഉണ്ടാക്കാവുന്നതാണ്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട കളറും എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന കളറും ഇതായതുകൊണ്ടാണ് ഞാനിങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ സൂര്യകാന്തിക്ക് നമുക്ക് ആ ഒരു യെല്ലോ കളർ മാറ്റി നമ്മുടെ ഈ ഒരു മാമ്പഴമഞ്ഞ കളറും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം ഈ ഒരു ഫ്ലവർ അവിടെ ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ഹോട്ട് ഗ്ലൂ, അതായത് നമ്മുടെ ഗ്ലൂ ഗണ്ണിലെ പശ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഒന്ന് പിടിച്ച് വെച്ചിട്ടാണ് ഞാനത് അത് സെറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഏകദേശം നമ്മുടെ ഒരു ഔട്ട്പുട്ട് ശരിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം എന്താ പറയുക, ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് ഇത് ഷോക്കേസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ലാവൻഡർ സിംഗിൾ ഫ്ലവറിൻ്റെ ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്ലവറാണോ ഈ ഫ്ലവറാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കണേ. മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യണേ.